ഹേലു, അപ്പോൾ നമുക്കിന്നൊരു ഈവനിങ് വ്ളോഗ് കണ്ടാലോ? അപ്പോൾ ഇപ്പോൾ ഒരു 5:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വിളക്ക് കൊളുത്താനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെല്ലായിടത്തും അടിച്ചു വാരുകയാണ് കേട്ടോ. അടിച്ചു വാരുമ്പോഴാണ് നമ്മൾ വിളക്ക് കൊളുത്തി കൊടുത്ത് ഈ ചന്ദനത്തിരിയുടെയൊക്കെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉരുകി വീണിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ. വെള്ളം മുണ്ടാണ് അവിടെ വിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നൊന്നും വൃത്തിയാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ആകെ പൊടി പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ കൈയോടെ വൃത്തിയാക്കുകയാണ്. ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ. അപ്പോൾ അതെടുത്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് കൊട്ടി വൃത്തിയാക്കി കേട്ടോ. അങ്ങനെ വിളക്ക് കൊളുത്താൻ സമയമായി തുടങ്ങി. ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി എല്ലാവരും അടിച്ചു വാരി അങ്ങനെ നമ്മൾ പോയി കുളിച്ച് വന്നിട്ട് ഇനി ഈവനിങ് ആണ് കേട്ടോ നമ്മൾ തല നനച്ചത്. അപ്പോൾ ഇത് വിളക്ക് കൊളുത്താനുള്ള ഇതാണ്. എണ്ണയൊക്കെ ഒഴിച്ച് തിരിയൊക്കെ ഇട്ട് നമ്മൾ വിളക്ക് കൊളുത്തി കേട്ടോ. പിന്നെന്താ, ഇതിപ്പോൾ പുതിയതായി വാങ്ങിയ കൃഷ്ണനാണ്. വിഷുവിന് എനിക്കെൻ്റെ പിറന്നാളിന് ഏട്ടൻ വാങ്ങി തന്നതാണ് കേട്ടോ. വിഷുവിനാണ് നമ്മൾ ആദ്യമായിട്ട് വെച്ചത്. പിന്നെ അതിൻ്റെ ബാക്കിലിരിക്കുന്ന തിരുപുടയാട ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. നമ്മൾ യൂട്യൂബ് നോക്കിയിട്ട് പേപ്പർ കൊണ്ടുണ്ടാക്കിയതാണ്, ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ നമ്മൾ വിളക്കൊക്കെ വെച്ചു. പിന്നെന്താ, ചന്ദനത്തിരിയും ഒക്കെ കത്തിച്ച് വെച്ചിട്ടോ. കുറച്ച് നേരം നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചന്ദനത്തിരി അതേപോലെ സാമ്പ്രാണി എന്ന് പറയുന്ന സംഭവമുണ്ട്, നല്ല മണമാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉണർവാണ് വീടിന് മൊത്തം. ഒരു പ്രത്യേക തരം സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതേ ഇരിക്കുന്നു കൃഷ്ണൻ. ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഭയങ്കര മനസ്സിനൊരു കുളിർമയാണ്. നല്ല രസമല്ലേ ഈ ഈവനിങ് ടൈമിൽ വിളക്കൊക്കെ കത്തിച്ച്. അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിലത്തെ ഒരു ചെറിയ പാട്ടൊക്കെ ആയിട്ട് സൂപ്പറാണ് ഈ സമയം. അങ്ങനെ വന്നിട്ട് പാലൊക്കെ ഉണ്ടായിരുന്നു. പാല് തിളപ്പിച്ച് കുടിച്ചു. ചായ കുടിക്കത്തില്ല കേട്ടോ. അപ്പോൾ പാല് മാത്രമേ കുടിക്കത്തുള്ളൂ ഇങ്ങനെ ആയിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഒരു പഴംപൊരിയുടെ കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്ത് കഴിച്ചു കേട്ടോ. ഒരു 2 ഗ്ലാസ് പാൽ കുടിക്കും. അങ്ങനെ 2 ഗ്ലാസ് പാലൊക്കെ കുടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.